ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ച കെ സുരേന്ദ്രൻ. പാലക്കാട്ടെ കനത്ത തോൽവിയെ തുടർന്നാണ് രാജ്യസന്നദ്ധത അറിയിച്ചത്. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് തീരുമാനം. പരാജയ കാരണം ദേശീയ നേതൃത്വം അന്വേഷിക്കണമെന്നും ആവശ്യമുണ്ട്. അഭിജിത്ത് ജയനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, നമുക്കറിയാം ഈ വോട്ടെണ്ണൽ കഴിഞ്ഞ ഒരു സമയം മുതൽ ഇവരുടെയൊക്കെ സ്ഥാനമാനങ്ങൾ നിശ്ചയിച്ച ഒരു സമയം മുതൽ തന്നെ ബി.ജെ.പിക്ക് വലിയ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടായി. അത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കി ബി.ജെ.പിക്ക്. ഒപ്പം തന്നെ വലിയ രീതിയിൽ അത് സുരേന്ദ്രനെ ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കാരണം സുരേന്ദ്രന്റെ പ്രചരണം ശരിയാകാത്തത് കൊണ്ടാണ്, സുരേന്ദ്രൻ മൂലമാണ് ഈ വോട്ടുകൾ ചോർന്നതെന്ന്, അല്ലെങ്കിൽ ഈ ബി.ജെ.പിക്ക് വോട്ടുകൾ കുറഞ്ഞു പോയതെന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ബി.ജെ.പിക്കുള്ളിൽ നിന്നും തന്നെ ആരോപണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജ്യസന്നദ്ധത ബി.ജെ.പി. ദേശീയ നേതൃത്വത്തെ കെ സുരേന്ദ്രൻ അറിയിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാര്യം അറിയിക്കാനാണോ അതോ വോട്ട് ചോർച്ചയെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനാണോ? വിശദാംശങ്ങൾ. ഏതായാലും കെ സുരേന്ദ്രൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ സന്നദ്ധനാണ് എന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ബി.എൽ. സന്തോഷിനെയും ജെ.പി. നഡ്ഡയെയുമാണ് വിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ രാജ്യസന്നദ്ധത പൂർണ്ണമായും കേന്ദ്ര നേതൃത്വം തള്ളുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് കെ സുരേന്ദ്രൻ രാജിവെക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. പാലക്കാട്ടെ ബി.ജെ.പിയുടെ തോൽവി അത് വലിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായതാണ്. അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ ഉച്ചകഴിഞ്ഞ് 12 മണിക്ക് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. കോഴിക്കോട് തളിയിൽ വെച്ചാണ് വാർത്താ സമ്മേളനം നടക്കുക. അതിൽ അദ്ദേഹം എന്തെങ്കിലും സുപ്രധാനമായിട്ടുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട്. പാലക്കാട് ബി.ജെ.പിക്ക് വലിയ തോൽവിയാണ് നേരിടേണ്ടി വന്നത്. കനത്ത പ്രഹരം തന്നെയാണ് പാലക്കാട്ടെ തോൽവിയെന്ന് കൃത്യമായി തന്നെ പറയാം. ചേലക്കരയിൽ 10,000-ലധികം വരുന്ന വോട്ടുകൾ ബി.ജെ.പി. വർദ്ധിപ്പിച്ചപ്പോൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നുള്ള കാര്യം പരിശോധിച്ച് അത് അപേക്ഷിച്ച് വർദ്ധിപ്പിച്ചപ്പോൾ പാലക്കാട് നിലവിലുള്ള വോട്ട് അത് ചോർന്നു പോകുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാവുകയും ചെയ്തത്. നഗരസഭാ കേന്ദ്രങ്ങളിലടക്കം പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെയും ബി.ജെ.പിക്ക്, RSSന് ആധിപത്യമുള്ള ഇടങ്ങളിലൊക്കെ തന്നെയും ബി.ജെ.പിക്ക് വലിയ വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ള കാര്യം അത് സംസ്ഥാന നേതൃത്വം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വലിയ വോട്ട് ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് തന്നെ ഈ സംസ്ഥാന അധ്യക്ഷന് നേർക്ക് വിമർശനങ്ങളുമായി സന്ദീപ് വചസ്പതിയെയും ഒപ്പം ബി ഗോപാലകൃഷ്ണനെ പോലെയുള്ള നേതാക്കളൊക്കെ തന്നെയും തുറന്നടിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അടുത്തിടെ ബി.ജെ.പി. വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയ സന്ദീപ് വാര്യർ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ കൂടി ഉന്നയിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനൊക്കെ തന്നെയും ബി.ജെ.പി. വലിയ ഗൗരവത്തിലെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിനിടെ തന്നെ നാളെ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി യോഗം, കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ ചേരാനിരിക്കുന്നു. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് തന്നെയാകും മുന്നോട്ട് പോവുക എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സി കൃഷ്ണകുമാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് വിമത വിഭാഗമടക്കം എതിർ വിഭാഗമടക്കം പറഞ്ഞിരുന്ന സാഹചര്യം കൂടി ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പോലും ആദ്യഘട്ടത്തിൽ അവിടെ ഉയർന്നു വന്നതാണ്. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരു വിഭാഗം പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം പോലും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ തന്നെയും അവഗണിച്ചുകൊണ്ട് ഏകാധിപത്യ പ്രവണതയോടുകൂടി ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയായി, തൻ്റെ നോമിനിയായി പരിഗണിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അതിന് പ്രധാന ഉത്തരവാദി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി ഒരു വിഭാഗം ഉയർത്തിവിടുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ തന്നെയും നേതൃത്വത്തിന് വല്ലാതെ പ്രതിരോധിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് A+ മണ്ഡലമായിട്ടാണ് അവർ വിചാരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ബി.ജെ.പി. സഹയാത്രികൻ പറയുന്നത് കെ സുരേന്ദ്രൻ ഇത്തരത്തിലൊരു രാജ്യസന്നദ്ധത അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ആവണി അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പറയാനൊരു പരിമിതിയൊക്കെ തന്നെയും ഉണ്ടാകും. കാരണം അദ്ദേഹം നേരത്തെ സംഘപരിവാറിൻ്റെ സഹായത്രികനായിരുന്നു. ഇപ്പോൾ ബി.ജെ.പിയിൽ ഒരു പ്രധാനപ്പെട്ട ചുമതല അദ്ദേഹത്തിനുണ്ട്. ചാനൽ ചർച്ചകളിലെ സജീവ മുഖം കൂടിയാണ്. ഏതായാലും നമുക്ക് കിട്ടിയ കൺഫേംഡ് സോഴ്സിൽ നിന്നും തന്നെയാണ് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയാൻ രാജ്യസന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കെ സുരേന്ദ്രൻ എന്നുള്ള വിവരം തന്നെയാണ് രാവിലെ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ കെ സുരേന്ദ്രൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബി.എൽ. സന്തോഷിനെയും ഒപ്പം തന്നെ ജെ.പി. നഡ്ഡയുമാണ് ഈ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ രാജ്യസന്നദ്ധത കേന്ദ്ര നേതൃത്വം തള്ളി എന്നുള്ള വിവരം കൂടി വരികയും ചെയ്യുന്നുണ്ട്. 12 മണിക്ക് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുകയാണ്. അപ്പോൾ കെ സുരേന്ദ്രൻ അത്തരത്തിൽ ആ കാര്യങ്ങളിലൊരു കൺഫർമേഷൻ വരുത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഉറ്റുനോക്കുകയും ചെയ്യുകയാണ്. പാലക്കാട് സി കൃഷ്ണകുമാറാണ് അക്ഷരാർത്ഥത്തിൽ തോറ്റതെങ്കിലും അതിൻ്റെ പ്രഹരം ഏറ്റിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശോഭാ സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു വിഭാഗം സജീവമായി തന്നെ പറഞ്ഞിരുന്നതാണ്. മറ്റു ചില ആളുകളുടെ പേരുകൾ കൂടി അവിടെ പരിഗണിക്കണമെന്നതടക്കം
അടക്കമുള്ള നിർദ്ദേശങ്ങൾ കൂടി ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ചെവിക്കൊള്ളാതെ, അതൊന്നും തന്നെ കേൾക്കാതെ സംസ്ഥാന അധ്യക്ഷന്റെ ഏകാധിപത്യ പ്രവണതയാണ് അവിടെ നടന്നത് എന്നുള്ളതാണ് മറുവിഭാഗം ഇത്തരത്തിൽ വലിയ തോതിലുള്ള ആരോപണങ്ങളായി ഉയർത്തുകയും ചെയ്യുന്നത്. ഇതിന് പാർട്ടി മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് നാളെ കോർ കമ്മിറ്റി യോഗം ചേരാനിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ തന്നെ പരമാവധി ബൂത്തുകളിലൊക്കെ തന്നെയും വലിയ തരത്തിലുള്ള വോട്ട് വിഹിതം ഉയർന്നു നിൽക്കേണ്ടതാണ്. പക്ഷേ 10,000-ലധികം വരുന്ന വോട്ടുകൾ എങ്ങനെ ചോർന്നു എന്നതിലടക്കം വലിയ തരത്തിലുള്ള പരിശോധന ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചേലക്കരയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ കെ ബാലകൃഷ്ണൻ, അദ്ദേഹം തിരുവല്ലാമല പഞ്ചായത്ത് അംഗവും ഒപ്പം പ്രധാനപ്പെട്ട ചുമതലയൊക്കെ തന്നെ വഹിക്കുന്ന ആളാണ്. ഇപ്പോൾ ആ കത്തിൽ ശോഭാ സുരേന്ദ്രനെ കുറിച്ചും പരാമർശിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നമുക്കറിയാം, സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ശോഭാ സുരേന്ദ്രനിൽ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ശോഭാ സുരേന്ദ്രന് അതൃപ്തി ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ശോഭാ സുരേന്ദ്രനും ശോഭയെ അനുകൂലിക്കുന്നവരും ചേർത്ത് ഈ ജയസാധ്യത അട്ടിമറിച്ചു എന്നുള്ള രീതിയിൽ കൂടെ സുരേന്ദ്രൻ ഈ ദേശീയ നേതൃത്വത്തിന് നൽകിയ കത്തിൽ പരാമർശിക്കുന്നുണ്ടെന്നാണ് വിവരം. അത് ശരിയായൊരു കാര്യമാണോ? തീർച്ചയായും ഏതായാലും അത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അക്കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണം നടത്തേണ്ടതും അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതും സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ്. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും ഒരു ക്ലാരിറ്റി വരുത്തുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹവും ഇത്തരം കാര്യങ്ങളിൽ നമ്മളോട് ക്ലാരിറ്റി വരുത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനു മുമ്പ് നിന്ന് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും പടിപടിയായി BJPയുടെ വോട്ട് വിഹിതം അത് ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ പാലക്കാടാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും അങ്ങനെ വിവിധ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും അത് ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റി ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ BJPക്ക് ഇത്രയും അധികം വോട്ട് ചോർച്ച ഉണ്ടാകില്ല എന്നുള്ളതാണ് മറുവിഭാഗം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സജീവമായിട്ടുള്ള രീതിയിൽ കൂടുതലായി നഗരസഭാ മേഖലകളിലടക്കം, പ്രത്യേകിച്ച് കണ്ണാടിയിലും മാത്തൂരിലും പിരായിരിലും അടക്കം വലിയ തരത്തിലുള്ള വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു കാര്യം കൂടി നേതൃത്വം ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ കെ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി. അതിൻ്റെ തോൽവി കെ സുരേന്ദ്രന് മാത്രമാണ് എന്നുള്ളതാണ് മറുവിഭാഗം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഔദ്യോഗിക വിഭാഗം ഈ ഉയരുന്ന ആരോപണങ്ങളെ സ്വാഭാവികമായി അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് യുവരാജ് ഗോകുലൊക്കെ തന്നെയും പറയുന്നത് പോലെ ഇതിനെയൊക്കെ തന്നെയും അവർക്ക് തള്ളുക എന്നുള്ള നിർവാഹം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ തള്ളുക അല്ലെങ്കിൽ കൊള്ളുക. ഇപ്പോൾ ഔദ്യോഗിക വിഭാഗവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പൂർണ്ണമായും കെ സുരേന്ദ്രനെതിരെ ഉയർന്ന ആരോപണങ്ങളെ അങ്ങനെ അരക്കിട്ടുറപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതികരണം നടത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിനകത്ത് ഉയർന്നിട്ടുള്ള ഒരു ആഭ്യന്തര കലാപം അല്ലെങ്കിൽ സുരേന്ദ്രനെതിരെ ഉയർന്നിട്ടുള്ള പടയൊരുക്കം അത് വ്യക്തമായ സൂചന തന്നെയാണ് നൽകുകയും ചെയ്യുന്നത്. ഏതായാലും സുരേന്ദ്രൻ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും കോന്നിയിലാണെങ്കിലും വയനാട്ടിലാണെങ്കിലും ഒക്കെ തന്നെയും ഉയർന്നിട്ടുള്ള വോട്ട് വിഹിതത്തിൽ നിന്നൊക്കെ തന്നെയും BJP ഇപ്പോൾ ഒരുപാട് താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമായി തന്നെ സൂചിപ്പിക്കേണ്ടതുമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വി മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ചോദിച്ചപ്പോൾ തന്നെ പാർട്ടി ഏൽപ്പിച്ചത് മഹാരാഷ്ട്രയിലെ ചുമതലയാണ്. ഈ പാലക്കാട്ടെ തോൽവിയിൽ അദ്ദേഹം പൂർണ്ണമായി ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് നമ്മൾ കാണുകയും ചെയ്തത്. കൂടുതൽ അറിയണമെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോട് ചോദിക്കുമെന്നുള്ള ഒരു പ്രതികരണം കൂടി വി മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ സന്ദീപ് വാര്യർ കൂടി ഏതായാലും പാർട്ടി വിട്ട് ഇപ്പോൾ കോൺഗ്രസിനൊപ്പം ചേർന്ന സന്ദീപ് വാര്യർ കൂടി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. മറ്റൊരു മാധ്യമത്തിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, ഒരു മോർണിംഗ് ഷോയ്ക്ക് നൽകിയ വിവരത്തിൽ കൃത്യമായി പറയുന്നു, BJPയുടെ സാധാരണഗതിയിലുള്ള കോർ കമ്മിറ്റി യോഗമെന്ന് പറയുമ്പോൾ രാവിലെ നേതാക്കളൊക്കെ തന്നെയും വരും, പിന്നീട് അതിനുശേഷം ചായ കുടിക്കും, അതിനുശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യും, ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി ആശയവിനിമയം നടത്തും, പിന്നീട് കെ സുരേന്ദ്രൻ്റെ ഒരു പ്രഭാഷണ പരമ്പര ഉണ്ടാകും, അതിനുശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി പിരിയും, പിന്നീട് ഭക്ഷണം കഴിച്ചു വന്നാൽ അടുത്ത് കുറച്ച് സമയം സംസാരിച്ച ശേഷം വീണ്ടും ചായ കുടിക്കാനുള്ള സമയമായി, അതിനുശേഷം ട്രെയിൻ വരുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് സാധാരണഗതിയിൽ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് സന്ദീപ് വാര്യർ പറയുകയും ചെയ്യുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.